ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഗ്രഹദോഷശാന്തിയും ഗണപതി ഭജനവും. ജാതകവശാലുള്ള ഗ്രഹപ്പിഴകൾക്ക് ഗണപതി ഭജനം വളരെ ഉത്തമമാണ്. കേതു ജാതകത്തിൽ അശുഭഭാവത്തിൽ നിന്നാൽ ഗണപതി ഭജനമാണ് ജ്യോത്സ്യന്മാർ വിധിക്കുന്നത്. കേതുവിൻ്റെ ദശാകാലം പൊതുവെ അശുഭകരമായിരിക്കും. പ്രത്യേകിച്ച് 8, 12 അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഗണപതി ഭജനം അനിവാര്യമാണ്. ജാതകത്തിൽ കേതു നിൽക്കുന്ന ഭാവം അനുസരിച്ച് വിവിധ മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഉപയോഗിച്ചാണ് ഗണപതി ഹോമം നടത്തേണ്ടത്. കേതു 6-ൽ നിൽക്കുന്നവൻ ശത്രുദോഷ പരിഹാരത്തിനായി ഉച്ഛിഷ്ട ഗണപതി മന്ത്രം ജപിച്ച് വേപ്പിൻ ചമത ഹോമിച്ചാൽ മതിയാകും. ധനസ്ഥാനമായ 2-ൽ കേതു നിന്നാൽ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഹോമം നടത്തണം. കേതു 5-ൽ നിൽക്കുന്ന സന്താന ദുരിതത്തിന് സന്താന ഗോപാല മന്ത്രം ജപിച്ച് പാൽപായസം ഹോമിച്ചാൽ മതിയാകുന്നതാണ്. കേതു മംഗല്യസ്ഥാനത്ത് നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന ഭാര്യാഭർത്തൃ കലഹത്തിന് സംവാദ സൂക്ത മന്ത്രം കൊണ്ട് ഹോമം നടത്തണം. കേതുദോഷം കൊണ്ട് വിവാഹത്തിന് കാലതാമസമുണ്ടായാൽ സ്വയംവര മന്ത്രത്താൽ തെറ്റിപ്പൂവ് ഹോമിക്കണം. ഓജരാശിയിലെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനും ഗണപതി ഭജനം ഉത്തമമാണ്. ഇതിന് ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ഗണപതി ഹോമം നടത്തണം. ഇതാണ് ഗണപതിപരമായിട്ടുള്ള തടസ്സങ്ങൾ. കേതുപരമായിട്ടുള്ള ദോഷപരിഹാരത്തിന് ഗണപതി ഭജനം, ചാമുണ്ഡി ഭജനം, ഭദ്രകാളി ഭജനം ഉത്തമമാണ്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.